നൂറുമേനി വിളവ് ലഭിച്ചെങ്കിലും ആലപ്പുഴ ചെങ്ങന്നൂരിലെ കർഷകർ പ്രതിസന്ധിയിലാണ്. ദിവസങ്ങൾക്ക് മുൻപ് കൊയ്ത്ത് കഴിഞ്ഞെങ്കിലും നെല്ലെടുക്കാൻ മില്ലുകാർ എത്താത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. അതോടൊപ്പം വേനൽ മഴയും കർഷകരെ ആശങ്കയിലാക്കുന്നു. ചെങ്ങന്നൂരിലെ പാടശേഖരങ്ങളിൽ കൊയ്ത്തു തുടങ്ങിയിട്ട് ദിവസങ്ങളായി. എന്നാൽ കൊയ്തുവെച്ച നെല്ലെല്ലാം പാടത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. നെല്ലെടുക്കാൻ മില്ലുകാരെത്താത്തതും കഴിഞ്ഞ ദിവസം പെയ്ത മഴയുമാണ് നെല്ല് പാടശേഖരങ്ങളിൽ തന്നെ മൂടിയിടാൻ കാരണം. പ്രതിസന്ധി പരിഹരിക്കാൻ കൃഷിവകുപ്പും സപ്ലൈകോയും ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൊയ്തിട്ടച്ച നാല് ദിവസത്തോളമായി. ദിവസം 2-3 ബംഗാളിൽ നിർത്തി ഉണക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുവരെ അവർ നെല്ല് നോക്കാൻ പോലും വന്നില്ല. വരാമെന്ന് പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് പറയാം വരാമെന്ന്. ഇതുവരെയായിട്ട് വന്നിട്ടുമില്ല. എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പം മഴയും തുടങ്ങി. പഞ്ചായത്തിന് പ്രസിഡന്റും മറ്റുള്ളവരും വന്നെന്ന് പറഞ്ഞു. അവർ വന്ന് നോക്കിയിട്ട് പോയെന്നും നമുക്കറിയില്ല. ഞാൻ ഇതുവരെ വരെ കണ്ടിട്ടില്ല. എന്റെ കൊയ്ത്ത് എന്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ. കൊയ്ത്തിന് നെല്ല് കൊണ്ടുപോകാനുമില്ല, കൊയ്ത്ത് മെഷീനില്ല, ഇതൊന്നുമില്ല. ഞങ്ങളുടെ പാടത്ത് മുഴുവൻ നെല്ല് കിടക്കുക. ഇവിടെ ഇല്ല. ഇന്ന് 11 ദിവസമായി. ആള് വന്ന് നോക്കിയാൽ അവര് പറഞ്ഞു എടുത്തോളാം, ബാരിക്കോളാനും പറഞ്ഞു. വന്നിട്ടില്ല. പിന്നെ ഒക്ടോബറിൽ വിത്തിറക്കിയ കൃഷിയാണ് ഇപ്പോൾ കൊയ്യുന്നത്. കഴിഞ്ഞ മാസം 100 ഏക്കർ വരുന്ന വെൺമണി മാമ്പ്ര പാടശേഖരത്തിലാണ് ആദ്യം കൊയ്ത്തു നടന്നത്. ഈ പാടശേഖരങ്ങളിലെല്ലാം പച്ചക്കറി കൃഷി ചെയ്യാനുള്ള ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. മഴപ്പേടിക്കൊപ്പം മില്ലുകാർ കിഴിവ് ചോദിക്കുന്നതും കർഷകരെ ആശങ്കപ്പെടുത്തുന്നു. എത്ര നല്ല നെല്ലിനും മില്ലുകാർ 2.5 കിലോ വരെയാണ് കിഴിവ് ആവശ്യപ്പെടുന്നത്. ഒട്ടും തന്നെ ജലാംശമില്ലാത്ത നെല്ലാണ് നിലവിൽ കൊയ്യുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പാടശേഖരങ്ങളിൽ കൊയ്ത്തു തുടങ്ങും. അടുത്ത ദിവസങ്ങളായി മില്ലുകാരെത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.